അർജുന, നീ കണ്ട വേദങ്ങൾ എഴുതിയ ചിറകുള്ള പക്ഷി ചത്ത മാംസം തിന്നുന്നത് കലിയുഗത്തിലെ ആത്മീയ പണ്ഡിതന്മാരെ സൂചിപ്പിക്കുന്നു. അവർക്ക് വേദജ്ഞാനം ഉണ്ടായിരിക്കും, എന്നാൽ അവരുടെ പ്രവൃത്തികൾ രാക്ഷസീയമായിരിക്കും. ഭീമ, നീ കണ്ട അമിത വാത്സല്യത്താൽ കിടാവിനെ മുറിവേൽപ്പിക്കുന്ന പശു കലിയുഗത്തിലെ മാതാപിതാക്കളെയാണ് കാണിക്കുന്നത്. മക്കളോടുള്ള അമിതമായ മോഹം അവരെ സ്നേഹബന്ധത്തിൽ കുടുക്കിയിടും. ഈ സ്നേഹക്കൂടുതൽ കാരണം മക്കൾക്ക് വളരാനും സ്വയം കണ്ടെത്താനും സാധിക്കാതെ വരും. സ്വന്തം മകൻ സന്യാസിയാകാൻ ആഗ്രഹിച്ചാൽ പോലും അവർ അവനെ തടയും. കാരണം അവർ വിശ്വസിക്കുന്നത് മക്കൾ തങ്ങളുടേതാണെന്നാണ്. എന്നാൽ ഓർക്കുക, ഈ ശരീരം മരണത്തിന്റെയും ആത്മാവ് പരമാത്മാവിന്റെയുമാണ്. സഹദേവ, നീ കണ്ട ഒഴിഞ്ഞുകിടക്കുന്ന കിണർ കലിയുഗത്തിലെ മനുഷ്യന്റെ ധൂർത്തിനെയും സ്വാർത്ഥതയെയും സൂചിപ്പിക്കുന്നു. ആളുകൾ വിവാഹങ്ങൾക്കും മറ്റ് ആഡംബരങ്ങൾക്കും ധനം ചെലവഴിക്കും. എന്നാൽ അടുത്തുള്ള ഒരാൾ വിശന്നു വലയുമ്പോൾ അവനെ സഹായിക്കാൻ അവർക്ക് മനസ്സുണ്ടാവില്ല. അന്നത്തിന്റെ കലവറകൾ നിറഞ്ഞിരിക്കുമെങ്കിലും ആളുകൾ വിശപ്പ് കൊണ്ട് മരിക്കും. നകുല, നീ കണ്ട പാറ ചെറിയ ചെടിയിൽ തട്ടി നിന്നത് കലിയുഗത്തിലെ മനുഷ്യന്റെ ജീവിതഗതിയെയാണ് സൂചിപ്പിക്കുന്നത്. വലിയ പാറയെ പോലെ മനുഷ്യന്റെ മനസ്സും താഴേക്ക് പോകും, അധപതിക്കും. ധനം കൊണ്ടോ അധികാരത്തിന്റെ വലിയ മരങ്ങൾ കൊണ്ടോ ഈ അധപതനത്തെ തടയാൻ കഴിയില്ല. എന്നാൽ ഭക്തിയുടെ, അതായത് ഹരിനാമജപത്തിന്റെ ഒരു ചെറിയ ചെടിക്ക് ഈ വീഴ്ചയെ തടയാൻ സാധിക്കും. അതുകൊണ്ട് കലിയുഗത്തിൽ മോക്ഷം നേടാനുള്ള ഏക മാർഗം ഹരിഭജനം മാത്രമാണ്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വാക്കുകൾ കേട്ട് പാണ്ഡവർ അത്ഭുത സ്തംഭതരായി നിന്നു. കലിയുഗത്തിന്റെ യഥാർത്ഥ സ്വഭാവം അവർക്ക് മനസ്സിലായി. ഈ രണ്ട് വീഡിയോകളും നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓം നമോ ഭഗവതേ വാസുദേവായ.